ഹായ് ഓൾ. ഇന്ന് നമ്മൾ ആറ്റമിക് ആൻഡ് മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പി തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. വളരെ രണ്ട് ഷോർട്ടായിട്ടുള്ള സെക്ഷനുകളാണ് കേട്ടോ. ഇതിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടെന്നും പറയാം, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ലയെന്നും പറയാം പറ്റിയ ഒരു കൺസെപ്റ്റുകളാണ്. പക്ഷെ ഭയങ്കര സിമ്പിളാണ് മനസ്സിലാക്കാൻ. കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്ക് ഇതിൻ്റെ അകത്ത് പഠിച്ചാൽ മതി. അല്ലാതെ MSc-ക്കൊക്കെ പഠിക്കണ പോലെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കേണ്ടി വരില്ല. കാരണം നമുക്ക് ഫോർമുലയും കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഈ തവണത്തെ ഗേറ്റിൻ്റെ പ്രശ്നം, ഇപ്പം ഗേറ്റ് എക്സാം എഴുതുന്നുണ്ടെങ്കിൽ കുറച്ച് കൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എനിവേ, NMR എന്ന് പറയുന്നത്, NMRൻ്റെ ഫുൾ ഫോം അറിയുമോ? NMRൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ആക്ച്വലി ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് എന്നാണ്. ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് എന്നാണ് ശരിക്കും NMR എന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിൻ്റെ നോട്ട് മിസ് കാണിക്കാം കേട്ടോ. എനിവേ, അപ്പോൾ NMRൻ്റെ ഫുൾ ഫോം ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. അപ്പോൾ ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ആക്ച്വലി ഡീൽസ് വിത്ത് ന്യൂക്ലിയസ് വിത്ത് സ്പിൻ പ്ലേസ്ഡ് ഇൻ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഇതെപ്പോഴും സ്പിന്നിൻ്റെ കേസ് വെച്ചിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് NMR എന്ന് പറയുന്നത്, നമ്മൾ ഇന്നലെ സീമാൻ എഫക്റ്റ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞുല്ലോ, നോർമൽ സീമാൻ എഫക്റ്റിൻ്റെ കേസിൽ എപ്പോഴും സിംഗിൾറ്റി സ്റ്റേറ്റ് ആയിരിക്കും. അതായത് ജിയുടെ നമ്പർ എപ്പോഴും 1 ആയിരിക്കും, അല്ലെങ്കിൽ എസ് എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. പക്ഷേ നമുക്ക് NMR പറയുമ്പോൾ ഒരിക്കലും സ്പിൻ 0 ആണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാനേ പറ്റില്ല. കാരണം സ്പിൻ എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ NMRന് അവിടെ വാല്യൂ ഉള്ളൂ. അപ്പോൾ സ്പിന്നിൻ്റെ പ്രസൻസിൽ, അല്ലെങ്കിൽ ഒരു സ്പിന്നഡ് ആയിട്ടുള്ള ഒരു ആറ്റത്തെ മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു റെസൊണൻസ് ആണ് ആക്ച്വലി NMR എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒൺലി ന്യൂക്ലിയസ് വിത്ത് നോൺ സീറോ സ്പിൻ, അതായത് നോൺ സീറോ സ്പിന്നായിട്ടുള്ള ന്യൂക്ലിയസിന് മാത്രമേ NMR നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ആലോചിച്ച് വെക്കുക. അപ്പോൾ I എന്ന് പറയുന്നത് ശരിക്കും ന്യൂക്ലിയർ സ്പിന്നിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ക്വാണ്ടം നമ്പറാണ് I. നമ്മളിപ്പം ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ L എന്ന് പറയും, സ്പിൻ ക്വാണ്ടം നമ്പർ S എന്ന് പറയും, ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പറിനെ J എന്ന് പറയുന്ന പോലെ തന്നെ ഈ NMR ഒക്കെ ഉള്ള കേസിൽ സ്പിൻ ക്വാണ്ടം നമ്പറിനെ നമ്മൾ I എന്നാണ് പറയുന്നത്. I നോട്ട് ഈക്വൽ ടു 0 എന്നുള്ളതാണ് ആക്ച്വലി NMRൻ്റെ കണ്ടീഷൻ. I എന്ന് പറയുന്നത് ഒരിക്കലും 0 ആവാനായിട്ട് പാടില്ല. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഞാനിനി നോട്ട് കാണിക്കാവേ. നോട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണേ. അതായത് നമുക്കറിയാം, നമ്മൾ ആറ്റമിക് ആൻഡ് മോളിക്കുലാർ ഒക്കെ ഡിഗ്രി തൊട്ടേ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ നമുക്കറിയാം ഒരു ആറ്റത്തെ നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന്. ഒരു ആറ്റത്തെ നമ്മൾ ഇപ്പം X എന്ന് പറയുന്ന ഒരു ആറ്റം ഉണ്ടല്ലോ, അതിൻ്റെ റെപ്രസെൻറ്റേഷൻ നമ്മൾ കാണിക്കുന്നത് എപ്പോഴും ZA എന്നുള്ളതാണ്. ഇതൊന്ന് ജസ്റ്റ് എഴുതി വെച്ചില്ലെങ്കിലും ബൈ ഹാർട്ടായിട്ട് പോകുന്നതായിരിക്കും നല്ലത് കേട്ടോ. A എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ട്രിക്ക് മിസ് പറഞ്ഞു തരട്ടെ. A എന്ന് പറയുന്നത്, അപ്പം ഒരു ആറ്റത്തെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് മാസ് നമ്പറും ആറ്റമിക് നമ്പറും വെച്ചിട്ട് മാത്രമാണ് അല്ലേ. എന്ന് വെച്ചാൽ ഇങ്ങനെ എഴുതുമ്പോൾ, സിംബോളിക്കലായിട്ട് എഴുതുമ്പോൾ അത് രണ്ടും വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ മക്കൾ ഓർക്കണം, A എന്ന് പറയുന്നത് നോർമലി നമ്മൾ വിചാരിക്കും ആറ്റമിക് നമ്പർ ആണെന്ന്. പക്ഷേ A എന്ന് പറയുന്ന ആറ്റമിക് നമ്പറിനെ അല്ല കാണിക്കുന്നത്, പകരം മാസ് നമ്പർ. അതാണ് അവിടുത്തെ ട്രിക്ക്. ഇനി Z എന്ന് പറയുന്നത് എന്തായിരിക്കും? ആറ്റമിക് നമ്പർ. ഇതൊന്നും മനസ്സിൽ വെക്കണം. ഇത് എഴുതി വെക്കുകയൊന്നും വേണ്ട, പക്ഷെ മനസ്സിൽ ഇതോർത്ത് പഠിച്ചോണം കേട്ടോ. അപ്പോൾ ഇതെപ്പോഴും നമ്മുടെ കയ്യിൽ വേണം. നമ്മുടെ ആറ്റമിക്കിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഇത് കയ്യിൽ വേണം കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ പ്രത്യേകത? ഇനി ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള കൺസെപ്റ്റുകളാണ് വരാൻ പോകുന്നത്. NMR, അതായത് നിങ്ങൾക്കൊരു എലമെൻ്റ് അല്ലെങ്കിൽ ഒരു ആറ്റം തന്നിട്ട് അത് NMR ആക്റ്റീവ് ആണോ ഇനാക്റ്റീവ് ആണോ എന്ന് ചോദിക്കും. അപ്പം ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു എലമെൻറ്റ് ആക്റ്റീവ് ആണോ അല്ലയോ എന്നറിയാനായിട്ട് സർട്ടൺ കണ്ടീഷൻസ് ഉണ്ട്. എന്താണത്? ആ സർട്ടൺ കണ്ടീഷൻ എന്ന് പറയുന്നത്, ഒന്നാമത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ A എന്ന് പറയുന്നത് ഓഡാവാം. A എന്ന് പറയുന്ന ആറ്റമിക് നമ്പർ ഓഡാവാം, Z എന്ന് പറയുന്നത് ഓഡാവാം. ഇത് രണ്ടും ഓഡാവുകയാണെങ്കിൽ നമുക്കത് NMR ആക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് ഈവൻ ആവാം, അടുത്തത് ഓഡാവാം. അതുപോലെ തന്നെ വൈസ് വേഴ്സ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബോത്ത് കാൺ ബി ഈവൻ. ബോത്ത് കാൺ ബി ഈവൻ എന്ന് പറയാൻ പറ്റില്ല. മിസ് ഉദ്ദേശിച്ചത് രണ്ടുപേരും ഈവൻ ആവാൻ പാടില്ല. ദെൻ ദേ ആർ നോട്ട് NMR ആക്റ്റീവ്. ദാറ്റ് ഈസ് ആക്ച്വലി ദ basic but the most important concept that you have to learn from this topic. that NMR, അപ്പോൾ ഒരു പർട്ടിക്കുലർ എലമെൻറ്റ് വന്നിട്ട് അത് NMR ആക്റ്റീവ് ആണെങ്കിൽ അതിൻ്റെ ആറ്റമിക് നമ്പറും മാസ് നമ്പറും ഒന്നെങ്കിൽ രണ്ടും ഓഡാവാം, ഒന്നെങ്കിൽ ഓടും ഈവനും ആവാം.
ഒരിക്കലും രണ്ട് നമ്പേഴ്സ്, അതായത് ആറ്റമിക് ആൻഡ് മാസ് നമ്പർ ഒരിക്കലും രണ്ടും ഈവൻ ആവില്ല. ഈവൻ ആവുകയാണെങ്കിൽ, ഈവൻ ആകില്ല ഇൻ ദ സെൻസ് ഈവൻ ആവുകയാണെങ്കിൽ അത് NMR ആക്റ്റീവ് അല്ല, പകരം NMR ഇനാക്റ്റീവാണ്. ഓക്കെ, അപ്പം ഇത് ജസ്റ്റ് മിസ് എക്സാമ്പിൾ കാണിച്ചേക്കുവാണ്. H1 എന്ന് പറയുന്നത് H1 അപ്പം ഓടാണ്. അപ്പം അത് അല്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഇതൊന്ന് പഠിച്ചു വെക്കണം. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത് കാർബൺ 12 ആണ്. കാർബൺ 12 ഒരിക്കലും NMR ആക്റ്റീവ് അല്ല. അത് പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. നമുക്ക് പ്രീവിയസ് ഇയർ ചെയ്യുമ്പോൾ നോക്കാം. അപ്പോൾ കാർബൺ 12 എന്താണെങ്കിലും ഒരിക്കലും NMR ആക്റ്റീവായിട്ടുള്ള ആൾക്കാരല്ല. ഇനി ഒരു കാര്യം കൂടെ മിസ്സ് പറഞ്ഞോട്ടെ. ഒരെണ്ണം ഈവനും ഒരെണ്ണം ഓടുമായിട്ടുള്ള കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഹാഫ് ഇൻറ്റീജർ ടേം ഒക്കെ ആയിരിക്കും കിട്ടുക. അതായത് മാസ് നമ്പർ ചിലപ്പം ഈവൻ ആയിരിക്കും, അല്ലെങ്കിൽ ആറ്റമിക് നമ്പർ ചിലപ്പോൾ ഈവൻ ആയിരിക്കും, മാസ് നമ്പർ ചിലപ്പോൾ ഓടായിരിക്കും, അല്ലെങ്കിൽ നേരെ തിരിച്ച്. അപ്പം ഈവൻ്റെയും ഓടിൻ്റെ ഒരു മിക്സ്ചർ വരുവാണെങ്കിൽ എപ്പോഴും സ്പിൻ ആംഗുലാർ മൊമെൻ്റ് എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റീജേഴ്സ് ആയിരിക്കും വരിക. അതായത് ഇൻറ്റീജേഴ്സ് ആയിരിക്കത്തില്ല, ഹാഫ് ഇൻറ്റീജേഴ്സ് ആയിരിക്കും. അതായത് ഹാഫ്, 3/2, 5/2, 7/2 അങ്ങനെയൊക്കെ. അപ്പോൾ അതൊന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് നമുക്ക് നഷ്ടങ്ങളൊന്നും വരാനില്ലല്ലോ. പിന്നെ ഒരു കാര്യം ഓർത്തോണം, NMR നടക്കുന്ന റീജിയൻ അല്ലെങ്കിൽ NMRൻ്റെ പ്രസൻസ് എപ്പോഴാണ് ഉണ്ടാവുക എന്ന് വെച്ചാൽ റേഡിയോ ഫ്രീക്വൻസി റേഡിയേഷനിലാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളും നടക്കുന്ന റീജിയൻ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ NMR ആകുമ്പോൾ എന്താണ്, ഇനി നമ്മൾ ESR പഠിക്കും കേട്ടോ. അപ്പോൾ NMR നമ്മൾ ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ റേഡിയോ ഫ്രീക്വൻസി റേഡിയേഷനിലാണ്. അതാണ് RFR. അപ്പോൾ എന്താണ് മക്കളെ RFRൻ്റെ ഫുൾ ഫോം? ദാറ്റ് ഈസ്, അപ്പോൾ ഇവിടെ എന്താ ചോദിക്കുക അറിയോ മക്കളെ, ഗേറ്റിനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് NMR എന്ന് കാണിച്ചിട്ട് ഇങ്ങനെ ഓപ്ഷൻസ് മാച്ച് ദ ഫോളോയിങ് പോലെ തരും. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ NMR എന്ന് പറയുമ്പോൾ നമ്മൾ റേഡിയോ NMR എന്ന് പറയുമ്പോൾ അപ്പം റേഡിയോ ഫ്രീക്വൻസി റേഡിയേഷൻ എന്ന് ജസ്റ്റ് ഓർമ്മ വേണം കേട്ടോ. അതുപോലെ തന്നെ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക. ഇതിപ്പം മിസ്സ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എഴുതിയേക്കണത്. പിന്നെ കുറച്ച് എക്സാമ്പിളും കൂടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെയൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കണേ. ഇതിൻ്റെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുമോ? ഇത് ഇമ്പോർട്ടൻ്റ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഒരു ടേബിൾ ആക്കിയേക്കുവാണ്. പല ഐസോടോപ്പുകളുണ്ട്, അതിലേതൊക്കെയാണ് NMR ആക്റ്റീവ് അല്ലാത്തതെന്നാണ് എഴുതി വെച്ചേക്കണത്. ഒന്ന് നോട്ട് ചെയ്തോ. NMR ആക്റ്റീവ് അല്ലാത്തത് പ്രത്യേകം നോട്ട് ചെയ്തോ. കാർബൺ 12 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ മിസ്സ് പറഞ്ഞുവല്ലോ. ഓക്കെ, ഉണ്ടോ ഓഡ് ഈവൻ്റെ പ്രസൻസ് വരുമ്പോൾ അവിടെ ഒരു ഇൻറ്റീജറാണ് കിടന്ന് കളിക്കണത്. ഓട് വരുമ്പോഴും ഏകദേശം ഒരു ഇൻറ്റീജർ തന്നെയാണ് വരുന്നത് അല്ലേ? ഓക്കെ, അത് നമുക്ക് നോക്കിയാൽ മതിയാകും. ഇനി അടുത്തത് 1-2 ഇക്വേഷൻസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ് ആണ്. അതായത് മാഗ്നറ്റിക് മൊമെൻ്റ് ആൻഡ് എനർജി ലെവൽസ്. അപ്പം ഇതൊക്കെ ഇങ്ങനത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല, പക്ഷേ എങ്ങാനും ചോദിക്കുവാണെങ്കിൽ ഫോർമുലാസ് ജസ്റ്റ് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ഫോർമുല എന്ന് പറയുന്നത് മാഗ്നറ്റിക് മൊമെൻറ്റ് കാണാനുള്ള ഫോർമുലയാണ്. ∆E = ഗൈറോമാഗ്നറ്റിക് റേഷ്യോ ആണ് കേട്ടോ. ഇത് ഗൈറോമാഗ്നറ്റിക് റേഷ്യോ H/B0 എന്ന് പറയുന്നത്. പിന്നെ റെസണൻസ് കണ്ടീഷൻ എന്ന് വെച്ചാൽ എന്താടാ, ഈ ട്രാൻസിഷൻസ് അല്ലെ NMR സ്പെക്ട്രം ഉണ്ടാവാൻ ചാൻസ് ഉള്ള കണ്ടീഷനാണ്. ആ കണ്ടീഷൻ ν ഇത് ഗൈറോമാഗ്നറ്റിക് റേഷ്യോ ആണ്. ഗൈറോമാഗ്നറ്റിക് റേഷ്യോ / 2π × B0. പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കുക. ഇതിനെക്കുറിച്ചൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ എപ്പോഴും NMR വർക്ക് ചെയ്യുന്നത് 60 × 10⁶ തൊട്ട് 600 × 10⁶ ഹേർട്സ് വരെ ആയിരിക്കും. പിന്നെ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് എഴുതി വെച്ചേക്കണം. ഒരു ക്വസ്റ്റ്യൻ നോക്കി, ഇതൊന്നും PYQs അല്ല, ഇതൊക്കെ മിസ്സ് തന്നെ എന്താണ് പല ഇതിൽ നിന്നെടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. PYQs ഇത്രയൊന്നും ഇല്ല, ആകെ 3 PYQ എങ്ങാണ്ടേ ഉള്ളൂ. അതും ഗേറ്റിന് മാത്രമേ PYQ ഇതിൻ്റെ കണ്ടിട്ടുള്ളൂ. CSIR നെറ്റിന് രാമൻ സ്പെക്ട്രോസ്കോപ്പി പഠിക്കുമ്പോൾ 1-2 നമുക്ക് ചെയ്യാം, അത്ര മാത്രമേ ഉള്ളൂ. അധികം ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി, ഒരു ഐസോടോപ്പ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ, ഒരു ഐസോടോപ്പ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്. ഡിറ്റർമൈൻ NMR ആക്റ്റീവ്. ഇത് NMR ആക്റ്റീവ് ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. Iയും കണ്ടുപിടിക്കണം. ഇത് NMR ആക്റ്റീവ് ആണോ? കാരണം ഇത് ഓട്. അപ്പോൾ ഇത് NMR ആക്റ്റീവ് ആണ്, രണ്ടും ഓടാണ് വന്നിരിക്കുന്നത്. ഇനി I എപ്പോഴും ഓർത്തണം, സോഡിയത്തിൻ്റെ സ്പിൻ കോണ്ടന്റ് നമ്പർ ഈ ഒരു കേസിൽ എപ്പോഴും 3/2 ആയിരിക്കും. അതുപോലെ തന്നെ ഹൈഡ്രജൻ്റെ I എന്ന് പറയുന്നതും 1/2 ആണ്. അപ്പോൾ സമയം കിട്ടുവാണെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. I കാണുന്നത് പ്രത്യേകിച്ച് പർട്ടിക്കുലർ ഇക്വേഷൻ വെച്ചിട്ടൊന്നുമല്ല, ആക്ച്വലി അതിൻ്റെ സ്പിൻ റെപ്രസെൻറ്റ് ചെയ്താണ് പഠിക്കുന്നത്. എപ്പോഴും ചോദിക്കുന്നത് സോഡിയത്തിൻ്റെയും ഹൈഡ്രജൻ്റെയാണ് നോർമലി ചോദിക്കാറുള്ളത്. അപ്പോൾ അത് രണ്ടുമെങ്കിലും മിനിമം അറിയാം. ഇനി അടുത്തത് ഇതൊക്കെ നിങ്ങൾ തന്നെ നോക്കാനുള്ളതേ ഉള്ളൂ. എന്നാലും മിസ് പെട്ടെന്ന് പറഞ്ഞു പോകാം. കാരണം ഇതിന് മുമ്പ് ഒരു ഇക്വേഷൻ ഇപ്പോൾ പറഞ്ഞുവല്ലോ, ആ ഇക്വേഷൻ ആദ്യം എഴുതിയെടുക്കുക. അത് വെച്ചിട്ട് സിംപ്ലി ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ,
ഒരു സാമ്പിൾ ഓഫ് ഹൈഡ്രജൻ ന്യൂക്ലിയ ഈസ് എ സാമ്പിൾ ഓഫ് 1H ന്യൂക്ലിയ ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞേക്കണത്. അതിൻ്റെ ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി ഇൻ ദ NMR ട്രാൻസിഷനിലുള്ള ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ന്യൂ. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ദിസ് ഈസ് ആക്ച്വലി NMR ട്രാൻസിഷൻ. അപ്പോൾ NMR ട്രാൻസിഷനിലെ ന്യൂ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ NMR ട്രാൻസിഷൻ്റെ ന്യൂവിൻ്റെ ഇക്വേഷൻ എന്താ മിസ് പറഞ്ഞത്? ഇപ്പോൾ തേണ്ടേടാ ന്യൂവിൻ്റെ ഇക്വേഷൻ കണ്ടോ? ഇതാണ് ന്യൂ. അപ്പോൾ അതായത് റെസണൻസ് കണ്ടീഷൻ ന്യൂ ഈസ് ഈക്വൽ ടു, ഇപ്പോൾ തന്നെ പഠിച്ചു പോക്കോ, NMR ചോദിക്കുകയാണെങ്കിൽ ന്യൂ ഈസ് ഈക്വൽ ടു, ന്യൂ ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂ പോലെ ഇരിക്കുന്ന ഒരു ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ ബൈ 2π ഇൻറ്റു B0. കാരണം ഒരു കാര്യം ഓർത്തോണം കേട്ടോ, NMR അതായത് ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസണൻസ്, ആ പേരിൽ തന്നെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസ് ഇവിടെ ഉണ്ട്. ഇന്നലെ നമ്മൾ സീമാൻ എഫക്റ്റ് പഠിച്ചില്ല, അതുപോലൊക്കെ തന്നെയാണ് ഇതും. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത, ഇവിടെ സ്പിൻ ഒരിക്കലും 0 ആവത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. സ്പിന്നിൻ്റെ പ്രസൻസ് ഇവിടെ വേണം. ഓക്കെ, അപ്പോൾ എന്താണേലും ഏത് ഇക്വേഷൻസ് കാണുമ്പോഴും അവിടെ ഒരു B0യുടെ പ്രസൻസ് ഇവിടെ ഉണ്ടാവും. കാരണം ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസണൻസ് ആകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ. അതൊന്ന് ജസ്റ്റ് ക്ലൂ ആയിട്ട് ഓർക്കുക. അപ്പം ഈ ക്വസ്റ്റ്യൻ ചെയ്യാമല്ലോ. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി അടുത്തത്, ഓക്കെ, ഇതവിടെ നിൽക്കട്ടെ. ഇത് ആക്ച്വലി കെമിക്കൽ ഷിഫ്റ്റിൻ്റെ ക്വസ്റ്റ്യനാണ്. അത് കെമിക്കൽ ഷിഫ്റ്റ് ഡിസ്കസ് ചെയ്യാൻ നേരം പറയുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഒരു കൺസെപ്റ്റ് വൈസ് ഈ ക്വസ്റ്റ്യൻ, ഇതൊന്നും ഞാൻ പറഞ്ഞുല്ലോ, ഇതൊന്നും PYQ അല്ല, മിസ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഗേറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറച്ച് കൺസെപ്റ്റ് വൈസ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, 2 കെമിക്കലി ഇക്വലൻറ്റ് പ്രോട്ടോൺസിൻ്റെ മോളിക്യൂൾ ഹാവ് എ കപ്ലിംഗ് കോൺസ്റ്റൻറ്റ് J = 8 Hz. ഇപ്പം തന്നെ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി കൺസെപ്റ്റ് പഠിച്ചു പോവാം. എന്താ പറയുന്നത്? 2 കെമിക്കലി ഇക്വലൻറ്റ് പ്രോട്ടോൺസിൻ്റെ മോളിക്യൂൾ എന്ന് വെച്ചാൽ ഒരു മോളിക്യൂളിൽ 2 കെമിക്കലി ഇക്വലൻ്റ് ആയിട്ടുള്ള പ്രോട്ടോൺസ് ഉണ്ട്. ഇവർക്ക് 2 പേർക്കും കപ്ലിംഗ് കോൺസ്റ്റൻ്റ് ഉണ്ട്. ആ കപ്ലിംഗ് കോൺസ്റ്റൻ്റ് ആണ് J. അതായത് 2 പ്രോട്ടോൺസ് ഉണ്ട്. 2 കെമിക്കലി ഇക്വലൻ്റ് പ്രോട്ടോൺസ് ഇൻ എ മോളിക്യൂൾ ഹാവ് എ കപ്ലിംഗ് കോൺസ്റ്റൻ്റ് J ഉണ്ട്. ഇഫ് ദ എക്സ്റ്റേണൽ B ഈസ് ചേഞ്ച്ഡ് സച്ച് ദാറ്റ് ദ സ്പെക്ട്രോമീറ്റർ ഫ്രീക്വൻസി ഡബിൾ വിൽ ദ സ്പേസിംഗ് ബിറ്റ്വീൻ ഡബ്ലറ്റ് പീക്സ്. അതായത് എന്ത് സംഭവിച്ചു? എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി ഡബിൾ ആകും. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ എനർജിക്ക് എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ സ്പേസിങ്ങിന് എന്ത് സംഭവിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. സ്പേസിങ്ങിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല. കാരണം ഇതൊന്ന് വായിച്ച് നോക്കിയാൽ മതി. കപ്ലിംഗ് കോൺസ്റ്റൻറ്റ് J ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് അതായത് J ഒരിക്കലും, അതായത് നമ്മൾ സീമാൻ എഫക്റ്റിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടോ എന്ന് മിസ്സിന് ഓർമ്മയില്ല. കൺസെപ്റ്റ് എവിടെയോ പറഞ്ഞതുപോലെ ഒരു ഓർമ്മയുണ്ട്. ഇല്ലെങ്കിൽ ഏതായാലും വരുന്ന ആഴ്ചയിൽ നമുക്കത് കാണാൻ പറ്റും. J എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടേ ഇരിക്കത്തുള്ളൂ. ഒരു ക്ലൂ പറഞ്ഞു തന്നാൽ, സോ സ്പേസിങ് റിമെയിൻസ് 8 Hz. ഒരു ക്ലൂ പറഞ്ഞു തന്നാൽ, ഒരു മിനിറ്റേടാ, ഓക്കെ, ഒരു ക്ലൂ പറഞ്ഞു തന്നാൽ J എന്ന് പറയുന്നത് ഒരിക്കലും ബീനെ ഡിപ്പെൻഡ് ചെയ്യത്തേയില്ല. ഇവർ രണ്ടുപേരും കൂട്ടില്ല. ഇവർ രണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഒരു പ്രത്യേക മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ Jക്ക് എന്ത് സംഭവിക്കുമെന്ന് ചോദിക്കുവാണെങ്കിൽ ഒന്നും സംഭവിക്കില്ല. J എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ J മൂലം ഒരു എനർജി എങ്ങനെയാണോ അങ്ങനെ തന്നെ അവിടെ നിൽക്കുകയുള്ളൂ. കാരണം Jയും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ ഒരു അട്രാക്ഷനോ അല്ലെങ്കിൽ ഒരു ഡിപ്പെൻഡൻസിയോ ഇല്ലാത്ത സ്ഥിതിക്ക് ഒന്നും സംഭവിക്കില്ല. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക കേട്ടോ. ഇനി 2 കാര്യങ്ങളിലൂടെ ഞാൻ പറഞ്ഞോട്ടെ. അതായത് ഇത് കൂടുതൽ അറിയണ്ട, പക്ഷെ കുറച്ച് കാര്യങ്ങൾ അറിയണം. അപ്പോൾ കൺസെപ്റ്റ് വൈസ് ഈ NMRൽ വരുന്ന 2 കാര്യങ്ങളാണ് ആക്ച്വലി T1 സ്പേസിങ്ങും T1 ആൻഡ് T2 റിലാക്സേഷൻ ടൈം. റിലാക്സേഷൻ എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഒരു ഇലക്ട്രോൺ ഉണ്ട്, അതിനൊരു പെർട്ടിക്കുലർ എനർജി കിട്ടിക്കഴിയുമ്പോൾ അത് മേളിലേക്ക് പോയി കുറച്ച് കഴിയുമ്പോൾ അത് താഴേക്ക് വരും. ആ ഒരു സമയമാണ് ശരിക്കും നമ്മൾ റിലാക്സേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കേസ് റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത് NMRന് 2 തരത്തിലുണ്ട്. T1 ഉണ്ട്, T2 ഉണ്ട്. ഇത്രയും ബേസിക് അറിഞ്ഞിരുന്നാൽ മതി. T1ൻ്റെ പേര് സ്പിൻ ലാറ്റിസ് എന്നാണ്, അതിനെ ലോഞ്ചിറ്റ്യൂഡിനൽ എന്നും പറയുന്നു. T2വിൻ്റെ പേര് സ്പിൻ എന്നാണ്, അതിനെ എന്താണ് ട്രാൻസ്വേഴ്സ്. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനലും ട്രാൻസ്വേഴ്സും. ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ഇസഡിലും, മറ്റേത് ട്രാൻസ്വേഴ്സ് XY പ്ലെയിനിലുമാണ്. ഇപ്പോൾ ഇവിടെ ഇൻട്രാക്ഷൻസ് നടക്കുന്നത് ആരൊക്കെ തമ്മിലാണ്? സ്പിന്നും ലാറ്റിസും, അതായത് സ്പിന്നും സറൗണ്ടിങ്സും തമ്മിലാണ് ഒരു ഇൻട്രാക്ഷൻ നടക്കുക. ഇവിടെ സ്പിന്നുകൾ മാത്രമാണ്, സ്പിൻ വിത്ത് അതേഴ്സ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് അവിടെ വരിക. സ്പിൻ വിത്ത് അതർ സ്പിൻ. ഇനിയും എനർജി ട്രാൻസ്ഫർ S, അതായത് സ്പിന്നിൽ നിന്ന് ലാറ്റിസിലേക്ക് ഒരു എനർജി ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. അതേസമയം T2 ട്രാൻസിഷനിൽ ഒന്നും നടക്കുന്നില്ല, കാരണം സ്പിന്നും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ദർ ഇസ് നോ എനർജി ഈസ് ആക്ച്വലി ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ ദം.
ഇനി അടുത്തത് ടൈം സ്കെയിൽ എന്ന് പറയുമ്പോൾ സ്ലോവർ, അതായത് T1 എപ്പോഴും സ്ലോവർ ആയിട്ടേ നടക്കുകയുള്ളൂ. ദിസ് ഈസ് ആക്ച്വലി ദ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഫ്രം ദിസ് സെക്ഷൻ. ഈ T1 അല്ലെങ്കിൽ സ്പിൻ ലാറ്റിസ് ഇൻട്രാക്ഷനും സ്പിൻ ഇൻട്രാക്ഷനും തമ്മിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ T1 ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ഒത്തിരി സമയമെടുക്കും, ഭയങ്കര സ്ലോവറായിട്ട് നടക്കുന്ന ഇൻട്രാക്ഷനാണ് ആക്ച്വലി T1 ഇൻട്രാക്ഷൻ. പക്ഷേ T2 ഇൻട്രാക്ഷൻ പെട്ടെന്ന് നടക്കും, അതായത് പെട്ടെന്നൊരു ആറ്റം എനർജി അബ്സോർബ് ചെയ്ത് മുകളിൽ പോയി താഴേക്ക് വരുന്ന ആ ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സെന്ന് ഞാൻ മനസ്സിലാക്കാനായിട്ട് പറഞ്ഞാണ്. എപ്പാർട്ട് ഫ്രം ദാറ്റ് പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രോസസ്സാണ് T2 റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത്. ഇപ്പം ഇതിൻ്റെ വേറൊരു പേര്, T1ൻ്റെ വേറൊരു പേര് ലോഞ്ചിറ്റ്യൂഡിനൽ അല്ലെങ്കിൽ എനർജി റിലാക്സേഷൻ എന്നാണ്, T2ൻ്റെ ട്രാൻസ്വേഴ്സ് എന്നാണ്. ഇനിയും NMR യൂസ്ഡ് ഇൻ സിഗ്നൽ ഇൻറ്റൻസിറ്റി, അതുപോലെ കോൺട്രാസ്റ്റ്, മറ്റേത് ലൈൻ വിഡ്ത്ത്. അതൊന്നും ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു കാര്യം കൂടെ ഓർക്കണം. ഒരു കാര്യം ടൈമിൻ്റെ കാര്യം വളരെ സ്ലോവറാണ് T1, T2 കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം T1ൻ്റെ പീക്ക് കുറച്ചും കൂടെ ഷാർപ്പ് ആൻഡ് ഷോർട്ടായിട്ടുള്ള, അതായത് ടൈം കൂടുന്തോറും നമുക്ക് ഭയങ്കര ഷാർപ്പ് ആൻഡ് ഷോർട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര നാരോ ആയിട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി. നമുക്കൊരു കാര്യം ഒത്തിരി, ഇപ്പോൾ നമ്മൾ ലാബിലാണെങ്കിൽ തന്നെ കുട്ടികളൊക്കെ നമുക്കറിയാമല്ലോ, നമ്മൾ ഇങ്ങനെ ഗ്രാഫൊക്കെ വരയ്ക്കണ സമയത്ത് നമുക്കറിയാൻ പറ്റുമല്ലോ, കുറേ നേരം എടുത്ത് ചെയ്യേണ്ട ഒരു എക്സ്പെരിമെൻ്റ് ആണെങ്കിൽ കുറേ ഇരുന്ന് ചിലപ്പം ക്ലാസ്സിൻ്റെ അവരൊക്കെ തിയറി പേപ്പർ അറ്റൻഡ് ചെയ്തിട്ട് പെട്ടെന്ന് വന്ന് പ്രാക്ടിക്കൽ വീണ്ടും കണ്ടിന്യൂ ചെയ്യേണ്ട കുറേ എക്സ്പെരിമെൻ്റ് ഉണ്ട്. ഒരു ദിവസം ഫുള്ള് എടുത്ത് ചെയ്യേണ്ട കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ഉണ്ട്, ഈ ടെമ്പറേച്ചറൊക്കെ ബേസ് ചെയ്തിട്ടുള്ള എക്സ്പെരിമെൻ്റ്. അപ്പോൾ അതിനൊക്കെ ഗ്രാഫ് കാണും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള, ഇപ്പം ചൂടാവുന്നതും ഹീറ്റ് ആവുന്നതും കൂളാവുന്നതും റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ്, തെർമോമീറ്റേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട്. അപ്പോൾ അതിനൊക്കെ എന്താ കുട്ടികൾ ചെയ്യാമെന്ന് വെച്ചാൽ കുറേ ഇരുന്ന് മടുത്ത് കഴിയുമ്പം ദേ ആക്ച്വലി ഡ്രോ ദെയർ ഓൺ ഗ്രാഫ് അല്ലേ. അപ്പോൾ കുറേ സമയം അപ്പോൾ ആ വരുന്ന ഗ്രാഫ് അത്ര ബ്രോഡൊന്നും ആയിരിക്കത്തില്ല, ബിക്കോസ് ദേ പ്ലോട്ട് വിത്ത് ദെയർ ഓൺ പോയിൻറ്റ്സ്, റൈറ്റ്. സോ അത് ഭയങ്കര ഷാർപ്പ് ആൻഡ് നാരോ, കറക്റ്റ് എക്സ്ട്രാക്റ്റ് അല്ലെങ്കിൽ എക്സാക്റ്റ് ഒരു അധികം ബ്രോഡ്നെസ് ഒന്നും ഇല്ലാത്ത കറക്റ്റ് പോയിൻറ്റിൽ കൂടെയൊക്കെയുള്ള ഒരു ഷാർപ്പായിട്ടുള്ള ഗ്രാഫായിരിക്കും സമയം കൂടുതൽ എടുക്കുന്ന എക്സ്പെരിമെൻറ്റിൽ. അതേസമയം കുറച്ച് ടൈം മതിയെങ്കിൽ കുറച്ച് ബ്രോഡായിട്ടുള്ളത്, കറക്റ്റ് കുറച്ച് പോയിൻറ്റ്സൊക്കെ കുറച്ച് ബ്രോഡായിട്ടുള്ളത് കിട്ടും. അപ്പം ടൈം കൂടുന്തോറും ആ ഗ്രാഫിൻ്റെ ഷാർപ്നെസ് കൂടും, നാരോ ആകും, അല്ലെങ്കിൽ ആ ഗ്രാഫ് കുറച്ചുകൂടെ ഷോർട്ടാകും. ചില പോയിൻറ്റ്സൊക്കെ നമ്മൾ കാരണം നമ്മൾ സ്വന്തമായിട്ട് പോയിൻ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ പോയിൻറ്റ്സൊന്നും കിട്ടില്ല, നമ്മൾ കുറച്ച് വിട്ടായിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ ഷോർട്ടാകും. ജസ്റ്റ് ഞാൻ ഓർക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, നിങ്ങളുടെ ക്ലൂ വെച്ച് പഠിച്ചോളൂ. അപ്പം ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇനി T1 എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? മോളിക്കുലാർ മോഷൻ, എൻവയോൺമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻവയോൺമെൻറ്റിന് ഡിപ്പെൻഡ് ചെയ്യും. സോളിഡ്സിൽ ലോഞ്ചിറ്റ്യൂഡിനൽ T1, അതായത് സോളിഡ്സിൻ്റെ കേസിൽ T1 ലോങ് ആണ്, ലിക്വിഡ്സിൻ്റെ കേസിൽ ഷോർട്ടർ T1 ആണ്. അത് ഓക്കെ. ഇനി T2 ഡിപ്പെൻഡ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡ്. ഇൻഹോമോജീനിറ്റി എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ NMRൻ്റെ റിലാക്സേഷൻ ടൈമിനെ ബേസ് ചെയ്ത്, ഇൻഹോമോജീനിറ്റി എന്ന് വെച്ചാൽ സ്പിൻ റിലാക്സേഷൻ ടൈമിനെയാണ് ഉദ്ദേശിക്കുക കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക. പിന്നെ ഇതും ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ്. ഇത് വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് സ്ട്രെങ്ത് ആണ്. B0 തന്നിട്ടുണ്ട്. എ ന്യൂക്ലിയസ് വിത്ത് ഗൈറോമാഗ്നറ്റിക് റേഷ്യോ ലാർമർ ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു ഇത് ഗൈറോമാഗ്നറ്റിക് റേഷ്യോ ഇൻറ്റു B0. ഇഫ് B0 ഈസ് ഡബിൾ, അതായത് B0 2 ഇരട്ടി ആയിക്കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ടു ദ ലാർമർ ഫ്രീക്വൻസിക്ക് എന്ത് സംഭവിക്കും? ആൻഡ് ദ എനർജി സെപ്പറേഷൻ ΔE. ഓക്കെ, അതായത് ഇത് ഭയങ്കര സിമ്പിളായിപ്പോയല്ലോ. അതായത് B0 ഡബിൾ ആയാൽ ഒമേഗയ്ക്ക് എന്ത് സംഭവിക്കും? ഒമേഗ ഡബിൾ ആകും. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത എനർജിക്ക് എന്ത് സംഭവിക്കും എന്ന് അറിയണം. അപ്പോൾ എനർജി അപ്പോൾ എന്താണെങ്കിലും ഒമേഗ ഡബിൾ അല്ലെങ്കിൽ B0 ഡബിൾ ആകുമ്പോൾ ഒമേഗ എന്താണെങ്കിലും ഡബിൾ ആകും, കാരണം ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ഇനി എനർജിക്ക് എന്ത് സംഭവിക്കും? എനർജി നമുക്ക് ഓൾറെഡി അറിയാം, E = hν എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്കറിയാം, വേർ ന്യൂ = c/λ. അതൊന്നും നോക്കണ്ട, ഇത് നോക്കിയാലും ഇയും ന്യൂവും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ എന്താണ്, ഏതൊക്കെ കൂടിയാലും എല്ലാം പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് അതും ഡബിൾ ആകും എന്നുള്ളതാണ്. ഫ്രീക്വൻസി ഡബിൾ ആയാൽ എനർജി സെപ്പറേഷനും ഡബിൾ ആകും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേടാ. ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ഈ ഒരു ക്വസ്റ്റ്യൻ, ദ പോപ്പുലേഷൻ ഡിഫറൻസ് ബിറ്റ്വീൻ 2 സ്പിൻ ലെവൽസ് ഇൻ NMR അറ്റ് ഡിഫറെൻറ്റ് തെർമൽ ഇക്വിലിബ്രിയം ഇസ്, അതായത് ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് തന്നിട്ട് ഈ അപ്രോക്സിമേഷൻ ഏതാണെന്ന് ചോദിക്കും. ഇത് ആക്ച്വലി മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നുള്ള ഇക്വേഷനാണ്.
ഇതൊന്നും PYQ അല്ല, ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു എന്നേ ഉള്ളൂ, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആയിട്ട് മിസ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓപ്ഷനുണ്ട്, ബോൾസ്മാൻ, മാക്സ്വെൽ, ഫെർമി, ഡിറാക്, അങ്ങനെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് വെക്കുക. ആർ ഗാമ എച്ച് കട്ട് B0/KBT. മോസ്റ്റ് പ്രോബബിളി പിള്ളേർ ബോൾസ്മാനിലേക്ക് പോകും, പക്ഷേ ഇത് മാക്സ്വെൽ ബോൾസ്മാനിലേക്ക് പോകുന്നല്ല. എന്താണ് മോസ്റ്റ് പ്രോബബിളി കുട്ടികൾ ഫെർമി അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബബിളി പോകുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ബട്ട് ഞാനത് മറന്നുപോയി. എനിവേ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. നമ്മളത് പഠിക്കുമ്പോൾ നമുക്ക് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇതിനോട് സിമിലറായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ വരും. അപ്പോൾ മാക്സ്വെൽ ബോൾസ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി ഇതൊക്കെ ഒന്ന് എഴുതി വെച്ചേക്കണേ. അതായത് ഈ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റിൽ ഏതൊക്കെയാണ് ഫോൾസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. സ്പിൻ കപ്ലിംഗ് കോൺസ്റ്റൻറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. J ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ശരിയാണ്, ഇത് ശരിയാണ്. J അറൈസസ് ഡ്യൂ ടു ത്രൂ band interaction between nuclear spin. J splitting produces multiplets depending on number of neighboring spin. J depends significantly on chemical shift. ഇത് തെറ്റാണ്, ഇതാണ് ആക്ച്വലി ഫോൾസ്. J എന്ന് പറയുന്നത് ഒരിക്കലും കെമിക്കൽ ഷിഫ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല. അതായത് ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റും കെമിക്കൽ ഷിഫ്റ്റും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഓക്കെ, ഇനി അടുത്തത് ഫ്രീ ഇൻഡക്ഷൻ ഡി കെ. അതായത് ഇതുകൂടെ ഒന്ന് നോട്ട് ചെയ്തോണേ. ഫ്രീ ഇൻഡക്ഷൻ ഡി കെ ഇൻ NMR ഡി കെ എന്ന് വെച്ചാൽ വിത്ത് ടൈം ബിക്കോസ് ഓഫ്, അല്ലെങ്കിൽ ദ ഫ്രീ ഇൻഡക്ഷൻ ഡി കെ ഇൻ NMR ഡി കെ വിത്ത് ടൈം ബിക്കോസ് ഓഫ്, അതായത് FID അല്ലെങ്കിൽ ഫ്രീ ഇൻഡക്ഷൻ ഡി കെ. അത് ആ ടേബിള് നമ്മൾ പറഞ്ഞില്ലേ, T1 T2ൻ്റെ ടേബിൾ, ഇതും കൂടെ ഒന്ന് എഴുതിക്കോ. സ്പിൻ റിലാക്സേഷൻ മൂലം ഉണ്ടാവുന്ന ഡി കെ ആണ് ആക്ച്വലി ഫ്രീ ഇൻഡക്ഷൻ ഡി കെ കേട്ടോ. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് എഫക്ട് ദ കെമിക്കൽ ഷിഫ്റ്റ്. ഇത് കെമിക്കൽ ഷിഫ്റ്റ് പഠിക്കുമ്പോൾ ഇത് പറയാം. എന്നാലും കെമിക്കൽ ഷിഫ്റ്റ് കൂടുതലായിട്ട് എല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്യും എന്നാണ് തോന്നുന്നത്, മാഗ്നറ്റിക് ഫീൽഡിനെ ഒഴിച്ച്. അതെ, അതായത് മാഗ്നറ്റിക് ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്യത്തേ ഇല്ല കെമിക്കൽ ഷിഫ്റ്റ്, അതൊഴിച്ച് ബാക്കിയെല്ലാം ശരിയാണ് കേട്ടോ. കാരണം ഇത് MSQ ക്വസ്റ്റ്യൻ ആണ്. MSQ എന്ന് വെച്ചാൽ ഒന്നിലധികം ശരി ഉത്തരം കാണും. ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ്റെ ഒരു സാമ്പിളാണ് മിസ് എടുത്തേക്കണത്. ഇനി അടുത്തത് NMR റിലാക്സേഷൻ പ്രോസസ് ഇൻക്ലൂഡ് T1 ആൻഡ് T2 വിച്ച് ഓഫ് ആർ ട്രൂ. ഇതിൽ ഏതൊക്കെയാണ് ട്രൂ ആയിട്ടുള്ളത്? വിച്ച് ഓഫ് ആർ എന്നാണ്. അപ്പോൾ ഇത് MSQ ടൈപ്പാണ്. T1 റിലാക്സേഷൻ ലീഡ്സ് ടു റിട്ടേൺ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ. ഇത് ശരിയാണ്, കാരണം T1ൻ്റെ വേറൊരു പേരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ. അപ്പോൾ അത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ T2ൻ്റെ വേറൊരു പേരാണ് ഡീഫേസിങ് കേട്ടോ. ഡീഫേസിങ് ഓഫ് ട്രാൻസ്വേഴ്സ് മാഗ്നറ്റൈസേഷൻ ആണ് T2ൽ നടക്കുന്നത്. അപ്പോൾ ഇനിയും ടേബിളിൽ ഒന്നുകൂടെ പൂരിപ്പിച്ചോ, DK ചെയ്ത പോലെ തന്നെ ഇനി T1ൻ്റെ DK ഏതാണെന്ന് നിങ്ങൾ ഹോംവർക്കായിട്ടൊന്ന് നോക്കണം. നോർമൽ DK ആണോ, അതോ നേരത്തെ മിസ്സ് പറഞ്ഞ പോലെ എന്തെങ്കിലും സ്പെഷ്യൽ പേരുണ്ടോ? നേരത്തെ നമ്മൾ പറഞ്ഞ T2ൻ്റെ പേര് പറഞ്ഞുല്ലോ, T2ന് എന്ത് പേരാടാ പറഞ്ഞത്? ഫ്രീ ഇൻഡക്ഷൻ ഡി കെ. അതുപോലെ തന്നെ T1ന് എന്തെങ്കിലും ഡി കെക്ക് പ്രത്യേകതരം പേരുണ്ടോ നോക്കുക കേട്ടോ. അത് ഹോംവർക്കായിട്ടൊന്ന് നോക്കണേ. ഇനിയും അതുപോലെ തന്നെ അടുത്ത ടേബിളിൽ ഒന്നും കൂടെ എഴുതി വെക്കണം. T1ന് ലോഞ്ചിറ്റ്യൂഡിനൽ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. T2ന് ഡീഫേസിങ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഡീഫേസിങ് ആണ് അവിടെ ആക്ച്വലി നടക്കുക. ഇനി ഇവിടെ ട്രൂ അല്ലാത്തത് ആക്ച്വലി ഇതാണ്, ബാക്കിയെല്ലാം ട്രൂ ആണ്. ഇത് T1 ഈസ് ഓൾവേസ് ഷോർട്ടർ ദാൻ T1. ദാറ്റ് ഈസ് ആക്ച്വലി ഇൻകറക്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു T1 ആണ് കൂടുതൽ സമയം എടുക്കുന്നത്. T1 ഒരിക്കലും ഷോർട്ടർ അല്ല. പീക്ക് ഷോർട്ടർ അല്ലെങ്കിൽ നാരോ എന്ന് പറയും, പക്ഷേ ടൈം എടുക്കുന്നത് T1 ആണ് കൂടുതൽ. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു പ്രോട്ടോൺ അതിൻ്റെ ഗാമ പോട്ടെ, അതിൻ്റെ ഗൈറോമാഗ്നറ്റിക് റേഷ്യോ ആണ് കേട്ടോ. പ്രോട്ടോൺ ഗൈറോമാഗ്നറ്റിക് റേഷ്യോ തന്നിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ വെച്ചു മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ലാർമർ ഫ്രീക്വൻസി എന്താണ്? ലാർമർ ഫ്രീക്വൻസി ഒമേഗ = ഗാമ B0 ആണ്. പക്ഷേ M ഹേർട്സിലാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ഹേർട്സിലാണെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇത് കണ്ടുപിടിച്ചിട്ട് അതിനെ M ഹേർട്സിലോട്ട് മാറ്റാൻ F/2π ചെയ്താൽ മതി. തേണ്ടടാ നോക്കിക്കോണേ. F = ω/2π. ഒമേഗ എത്രയാണോ /2π ചെയ്യണം കേട്ടോ. ഈ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യുക. ഇതൊക്കെ സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോണത്. ഇനിയും ഇത് ഭയങ്കര സിമ്പിളാണ്. ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്, എല്ലാം തന്നിട്ടുണ്ട്. അത് ഈ ക്വസ്റ്റ്യനിലോട്ട് ഇട്ട് കൊടുക്കാനാണ് ഇവർ പറയണത്. അപ്പോൾ എല്ലാം ഇട്ട് കൊടുക്കുക, പ്രോബ്ലം സോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത്രയും അപ്രോക്സിമേറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ സെപ്പറേറ്റ് ചെയ്യണം. ആദ്യം ഇത്രയും ചെയ്യണം, അതിനെ ഡിവൈഡ് ബൈ ഇത്രയും ചെയ്യണം. ഓക്കെ, അതാണ് പറഞ്ഞത്. അതായത് ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ ഈ കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്, ഇതെല്ലാം ഗിവൺ ആണ്. n/n കണ്ടുപിടിക്കുക. അത് ജസ്റ്റ് സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്.
കാൽക്കുലേഷൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത് എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഡെൽറ്റ ഇ ബിറ്റ്വീൻ ദ സ്പിൻ ഓഫ് എ ഓർബിറ്റ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അത് കാൽക്കുലേറ്റ് എനർജി ഡെൽറ്റ ഇ ആണ്. ഇത് ആദ്യം മേളിലോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞു NMR ആണെങ്കിൽ അപ്പോൾ NMR എന്ന് തരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹിൻ്റ് അവിടെ തരും. അപ്പോൾ ഡെൽറ്റ ഇ ഈസിക്കൽ ഗൈറോമാഗ്നറ്റിക് റേഷ്യോ H/B0 ആണ്. അത് വെച്ച് സോൾവ് ചെയ്യുക. എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. ഇനിയും വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് സ്പിൻ സ്പ്ലിറ്റിംഗ് ഇൻ എ ഹൈഡ്രജൻ NMR സ്പെക്ട്രം? നമ്പർ ഓഫ് നെയ്ബറിംഗ് നോൺ ഇക്വലൻ്റ് പ്രോട്ടോൺസ്, സ്ട്രെങ്ത് ഓഫ് ദി എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. സ്ട്രെങ്ത് എന്താണെന്ന് ഡിപ്പെൻഡ് ചെയ്യും. അപ്പം സ്ട്രെങ്ത്, അതായത് സ്ട്രെങ്ത് എന്താണെങ്കിലും ഡിപ്പെൻഡ് ചെയ്യും. ACD. ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുക്കാൻ നോക്കുക കേട്ടോ. എന്തൊക്കെ NMR സ്പെക്ട്രം ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്താണെങ്കിലും നമ്പർ ഓഫ് നെയ്ബറിംഗ് നോൺ ഇക്വലൻ്റ് പ്രോട്ടോൺസിനെ ഡിപ്പെൻഡ് ചെയ്യും. AB, ഒന്നുകൂടെ ഞാൻ പറയാം, ACD സ്ട്രെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. കാരണം എന്താണ് ഇവിടെ ചോദിച്ചേക്കണത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദ സ്പിൻ സ്പ്ലിറ്റിങ്ങിനെയാണ് ചോദിച്ചേക്കണത്. സ്പിൻ സ്പ്ലിറ്റിംഗ് എന്ന് പറയുമ്പോൾ അതെന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമെന്നറിയോ? ACD. ജെയിനെ എന്താണെന്ന് ഡിപ്പെൻഡ് ചെയ്യും? ബോണ്ട് ആംഗിൾസിനെ. ഈ ക്വസ്റ്റ്യൻ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇത് വേറൊരു ഹൈബ്രിഡ് ക്വസ്റ്റ്യൻ ടൈപ്പാണ് വന്നേക്കുന്നത്. എന്നാലും NMR സ്പെക്ട്രം എന്നും ചോദിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തത്, ഈ ഫോളോയിങ്ങിൽ ഏതാണ് NMR ആക്റ്റീവ് അല്ലാത്തത്? ഓൾറെഡി ഞാൻ പറഞ്ഞു, കാർബൺ 12 ഒരിക്കലും NMR ആക്റ്റീവ് അല്ല. അതിനാണ് ഞാനത് നോട്ട് ചെയ്യാൻ എടുത്ത് പറഞ്ഞത് കേട്ടോ. കാരണം ഈവനാണ് അവിടെ വന്നേക്കണത്. അതുപോലെ തന്നെ കാർബൺ 6 അല്ലേ, അപ്പം 12ഉം 6ഉം മാസ് നമ്പർ 12ഉം ആറ്റമിക് നമ്പർ 6 രണ്ടും ഈവനാണ്. അതൊരിക്കലും NMR ആക്റ്റീവ് ആകത്തില്ല. ഇനി വിച്ചാർജ് ട്രൂ റിഗാർഡിങ് കെമിക്കൽ ഷിഫ്റ്റ്. ഇതും കെമിക്കൽ ഷിഫ്റ്റാണ്, ഹൈബ്രിഡ് ക്വസ്റ്റ്യൻ ആണ്. എന്നാലും നോക്കിക്കോ. വിച്ചാർ ട്രൂ റിഗാർഡിങ് കെമിക്കൽ ഷിഫ്റ്റ് ഇൻ NMRൽ ട്രൂ ഏതാണെന്നാണ് ചോദിച്ചേക്കണത്. ജസ്റ്റ് നോട്ട് ചെയ്തോണം. ട്രൂ റിഗാർഡിങ് കെമിക്കൽ ഷിഫ്റ്റ് ഇൻ NMRൻ്റെ ബേസിലുള്ള കെമിക്കൽ ഷിഫ്റ്റിൽ എന്തൊക്കെയാണ് ട്രൂ? ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ ppm. ഒരു ക്ലൂ പറഞ്ഞുതരാം. കെമിക്കൽ ഷിഫ്റ്റ് എപ്പോഴും മെഷർ ചെയ്യുന്നത്, കെമിക്കൽ ഷിഫ്റ്റ് എന്താണെന്ന് അടുത്ത ക്ലാസ്സുകളിൽ കാണാൻ പറ്റും കേട്ടോ. ഡെൽറ്റ എന്നാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതെപ്പോഴും ppm ആയിരിക്കും അതിൻ്റെ യൂണിറ്റ്. ഏത് വാല്യൂ കിട്ടിയാലും അതേ ppm. അപ്പം 1നെ ഡിപ്പെൻഡ് ചെയ്യും. ഇറ്റ് കോസസ് ഡ്യൂ ടു ഇലക്ട്രോണിക് ഷീൽഡിങ്. അതുപോലെ തന്നെ കെമിക്കൽ ഷിഫ്റ്റ് എപ്പോൾ പറയുന്നു അവിടെ എൻ്റെ മക്കൾ ഓർത്തണം ഷീൽഡിങ്. അപ്പോൾ ഒരു എളുപ്പവഴി പറഞ്ഞാൽ കെമിക്കൽ ഷിഫ്റ്റിൽ S ഉണ്ട്. S ഫോർ ഷീൽഡിങ് എന്ന് ഓർത്തണം, ഷീൽഡിങ് എഫക്റ്റ്. ഇറ്റ് ക്യാൻ ബി യൂസ് ടു ഡിഫറൻഷ്യേറ്റ് കെമിക്കലി നോൺ ഇക്വലൻ്റ് പ്രോട്ടോൺ. ശരിയാണ്. അപ്പോൾ ഇത് മൂന്നുമാണ് ട്രൂ. ഇറ്റ് ഈസ് എ ഡയറക്റ്റ് മെഷർ ഓഫ് സ്പിൻ. ഒരിക്കലും ഇല്ല. സ്പിൻ കപ്ലിംഗ് എന്ന് പറയുന്ന കേസേ ഷിഫ്റ്റിൻ്റെ കാര്യത്തിൽ വരേണ്ട ഒരു ആവശ്യമില്ല. അത് വേറെ ഒരു ഫാക്ടർ തന്നെയാണ് കെമിക്കൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അതൊരു പർട്ടിക്കുലർ റെഫറൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്തത്, ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലെങ്കിൽ ഞാനൊന്ന് വായിക്കാവേ, ഒന്ന് നോട്ട് ചെയ്യുമോ? ഈ ക്വസ്റ്റ്യൻ, എ ന്യൂക്ലിയസ് വിത്ത് സ്പിൻ I = ½ ഈസ് പ്ലേസ്ഡ് ഇൻ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. I½ ന്യൂക്ലിയർ സ്പിന്നുള്ള ഒരു ന്യൂക്ലിയസ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് B0 വെച്ചേക്കുവാണ്. ഇഫ് ദ മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് ദ ന്യൂക്ലിയസ് ഈസ് അലൈൻഡ് ഓപ്പോസിറ്റ് ടു ദ എക്സ്റ്റേണൽ ഫീൽഡ് ഇറ്റ് ഈസ് ഇൻ. അതായത് മാഗ്നറ്റിക് മൊമെൻറ്റ് ഓപ്പോസിറ്റായിട്ടാണ് അലൈൻ ചെയ്യുന്നതെങ്കിൽ അതെന്താണെന്നാണ് ചോദിക്കുന്നത്. അതായത് അത് അപ്പർ എനർജി ലെവലാണോ ലോവർ എനർജി ലെവലാണോ എന്നാണ് ചോദിക്കുന്നത്. എന്താ ഒന്നുകൂടെ നോക്കി, ഒരു ന്യൂക്ലിയസ് അതിൻ്റെ സ്പിന്ന് I = ½ ആണ്. ഹാഫ് എന്ന് പറയുമ്പോൾ തന്നെ ഓഡ് ഓർ ഈവൻ പാറ്റേൺ ആയിരിക്കും ചിലപ്പോൾ. അതായത് ആറ്റോമിക് നമ്പറും മാസ് നമ്പറും. ഇഫ് ദ മാഗ്നറ്റിക് മൊമെൻറ്റ്, അതായത് ഈ ഒരു സംഭവത്തെ, ഈ ഒരു ആറ്റത്തെ ഞാൻ കൊണ്ട് ഒരു B0 പ്രസൻസിൽ കൊണ്ട് വെച്ച് കഴിയുമ്പോൾ മാഗ്നറ്റിക് മൊമെൻറ്റ്, ഈ ന്യൂക്ലിയസിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ്, ഇപ്പം മിസ് ചുമ്മാ ഒരു പൊട്ട ഒരു എക്സാമ്പിൾ കാണിക്കട്ടെ. അതായത് ഇതാണ് മിസ്സിൻ്റെ ആറ്റം. മിസ്സിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ട് വെച്ചു. ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്താ പറയുക, എങ്ങനെ പറയും? ഇപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് താഴേക്കാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മാഗ്നറ്റിക് മൊമെൻറ്റ് മേളിലേക്കാണ് ആക്ട് ചെയ്യുക. അതായത് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണോ ആക്ട് ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റായിട്ട് മാഗ്നറ്റിക് മൊമെൻറ്റ് ഇതിൻ്റെ അകത്ത് ആക്ട് ചെയ്തു ഒരു പെർട്ടിക്കുലർ പോർഷൻ എടുത്ത സമയത്ത്. അപ്പോൾ അവർ ചോദിക്കുവാണ് ആ സമയത്തെ NMR എനർജി ലെവൽ എന്തായിരിക്കും. അപ്പം ഒരു മാഗ്നറ്റിക് ഫീൽഡിന് നേരെ ഓപ്പോസിറ്റാണ് മാഗ്നറ്റിക് മൊമെൻറ്റ് ഇൻസൈഡ് ആറ്റം ഒബേ ചെയ്യുന്നതെങ്കിൽ അതിനർത്ഥം അത് ഹയർ എനർജി ലെവലിലാണെന്നാണ്. ജസ്റ്റ് ഒന്ന്, ഇതൊരു പൊട്ട എക്സാമ്പിൾ മിസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇൻ NMR ദ മാഗ്നറ്റിക് മൊമെൻറ്റ് അലൈൻഡ് എഗനിസ്റ്റ് B0 ഈസ് ഇൻ ഹയർ ഇൻ എനർജി.
ഹയർ എനർജി ലെവലിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ESRനെ കുറിച്ചും അതുതന്നെ ഇതിനെ രണ്ടിനെയും ബേസ് ചെയ്തിട്ടുള്ള PYQ, ആകെ PYQ എന്ന് പറയുന്നത് 3 എണ്ണം കണ്ടാണ് ഉള്ളത്. അത് വളരെ തിയററ്റിക്കലായിട്ടുള്ള കൺസെപ്റ്റ് മാത്രമേ പറഞ്ഞു പോയാൽ മതി. അപ്പം ബാക്കി കണ്ട് ESR ആണ്. ESR ഒരു ഇച്ചിരിയേ ഉള്ളൂ. ESR എന്താണ്, പിന്നെ ഡയറക്റ്റ് നമ്മൾ ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ എഴുതിയെടുക്കാമെന്നേ ഉള്ളൂ. പിന്നെ 1, 2 ആകെ 3 ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്താൽ മതി. അത് അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ.